എങ്ങനെയാണ് ഒരു ആഫ്റ്റർ മാരേജ് ലൈഫ് ഒരു കൺട്രോൾ ആയി മാറുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതുപോലെ ഒരു ലൈഫില് പ്രശ്നങ്ങൾ മാത്രമായി തോന്നുന്നത്? അല്ലെ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെൺകുട്ടി ഇത് ഞാൻ പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് സത്യമാണ് എങ്കിൽ ഈ കേൾക്കുന്ന സ്ത്രീകൾ ഇതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആ, ഒരു നമ്മള് ആസ് എ വുമൻ നമ്മള് വളരെയധികം ഫ്രീഡത്തിലായിരിക്കാം ഒരു പക്ഷെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് നമ്മുടെ ലൈഫിലുണ്ടാവും. ചെറുപ്പം മുതലേ ആൾക്കാർ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മിഥ്യാധാരണയുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് നീ എന്ത് വേണേലും ചെയ്തോ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നീ നിനക്ക് ഭർത്താവിനോട് പുറത്തു പോവാം എന്നൊക്കെ പറഞ്ഞ് വീട്ടില് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളർത്തുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവർ ചെറുപ്പം തൊട്ടേ വളർത്തിക്കൊണ്ട് വരുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് കല്യാണം കഴിയുമ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടും, നല്ലൊരു ലൈഫ് കിട്ടും, ഇനി എനിക്ക് എങ്ങോട്ട് വേണേലും പോകാൻ പറ്റും, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമല്ല. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വളരെ കോമൺ ആയിട്ട് വരും. അതായത് അവരുടെ ലൈഫില് അവർ എപ്പോഴും കൂടെ കൂട്ടുന്ന ഒരാളായിരിക്കും അവരുടെ ഭർത്താവ് എന്നാണ് ചെറുപ്പം മുതലേ അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് കല്യാണത്തിന് ശേഷം ഇങ്ങനെയായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഓരോ പെൺകുട്ടിയും ജീവിക്കുന്നത്. പക്ഷെ കല്യാണത്തിന് ശേഷം ഇപ്പഴത്തെ വശത്ത് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഈ കൂട്ടുകാരോട് പുറത്ത് സമയം സ്പെൻഡ് ചെയ്തൊക്കെ ജീവിച്ച് വളരുന്ന ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ കൂട്ടുകാരന്മാർ. പിന്നെ പക്ഷെ കല്യാണത്തിന് ശേഷം ഒരു പുതിയൊരാൾ വന്നു കഴിയുമ്പോൾ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതായത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ നല്ലൊരു രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൽ ആ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട്, ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് അഡീഷണലി നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വരുമ്പോൾ തോന്നുന്ന ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ. അതായത് പുതിയൊരാള് ഗ്യാങ്ങിലേക്ക് വരുമ്പോൾ തോന്നുന്ന ഒരു സെപ്പറേഷൻ, ആ ഒരു കൈൻഡ് ഓഫ് ഒരു സെപ്പറേഷൻ ആണ് ആക്ച്വലി ഓരോ കുടുംബത്തിലും സംഭവിക്കുന്നത്. മേ ബി ആ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോ ആ ഫ്രണ്ട്ഷിപ്പ് നശിപ്പിച്ചു കളയാനും ചിലപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അത് ഈ പറയുന്ന ഫ്രണ്ടിനെ ബേസ് ചെയ്തിരിക്കും. വന്ന കേറിയ ആളെ അല്ല, ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ട് ഈ ഗ്യാങ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആണുങ്ങൾ പൊതുവെ ചിന്തിക്കുന്നത്, പുരുഷന്മാർ പൊതുവെ ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു ഫ്രീഡം, അതായത് കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കാനുണ്ടായിരുന്ന ഒരു ഫ്രീഡം അവർക്ക് നഷ്ടപ്പെടുകയാണ് എന്നുള്ളത്. നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ട് അവളുടെ ലോകം ഇതാണ്, അവൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ച് നടന്ന അല്ലെങ്കിൽ അവൾ കേട്ട് കണ്ടുപിടിച്ച ഒരു കാര്യം ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഇതിന് ശേഷം ഒരു ഫ്രണ്ടായിട്ട് മാറുകയാണ്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വെക്കുമ്പോ നമ്മളെ ഒഴിവാക്കിയിട്ട് മറ്റു ഫ്രണ്ട്സിനെ തേടി പോകുന്ന ഒരാളെയാണ് കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവരല്ലാണ്ട് മറ്റൊരു ലോകം ഉണ്ടാവരുത് എന്ന് വാശി പിടിക്കുന്നതിന് പിന്നിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മറ്റൊരാളുടെ കൂടെ ഇരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു അണ്ടർലൈനിങ് ഫാക്ടും കൂടെ അതിന്റെ പിന്നിലുണ്ട്. നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണറിനെ, നിങ്ങളുടെ വൈഫിനെ എസ്പെഷ്യലി ഒരു ഫ്രണ്ടായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങൾ പോകുമ്പോൾ അവരുടെ പാർട്ട്നേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു കോമൺ ഒരു ഫാമിലി ഫീൽ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാണ്ട് ഏത് നേരവും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന മാത്രം ഫാക്ടറി പോകുന്ന ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. എന്ന് വെച്ച് ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സോ കോൾഡ് ആയിട്ടുള്ള കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് കുടുംബത്തിലേക്ക് വരുന്ന പെൺകുട്ടികൾ കുടുംബത്തിലുള്ളവരെ നോക്കാനും പരിപാലിക്കാനും ഉള്ള ഒരു കെയർ ടേക്കർ ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ ചുറ്റും ജീവിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പെൺകുട്ടി പോകുന്നതിന് ഭർത്താവിന്റെ കൂടെ ആണെങ്കിലും പോകുന്നതിന് ടൈം റെസ്ട്രിക്ഷൻസ് വെക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതായത് സന്ധ്യ ആയില്ലേ എന്തിനാ പുറത്തു പോകുന്നേ, ഇതൊക്കെ ഇവരുടെ അതായത് ചെറുപ്പത്തിൽ നിനക്ക് പുറത്തു പോകണമെങ്കിൽ ഭർത്താവുള്ള അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് പുറത്തു പോകുന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വൈകിട്ട് സന്ധ്യയായിട്ട് എന്തുകൊണ്ട് പുറത്തു പോകുന്നു, അല്ലെങ്കിൽ എന്തിന് ഭർത്താവിനും കൂടെ ആണെങ്കിലും പുറത്തു പോകേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാലമായിട്ട് അവളുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വപ്നങ്ങളാണ് പിന്നെയും തകർന്നു വീഴുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്ന തകർച്ചയിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് സ്വാഭാവികമല്ലേ?
ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുടെ കമന്റ്സ് ആണ്. കാരണം നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള അറിയാനൊരു ക്യൂരിയോസിറ്റി എനിക്കുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഓൾറെഡി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഷോർട്സിലൊക്കെ, അതായത് ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ.